ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു ഈ മുഖാമുഖം പരിപാടി എന്ന് പറയുന്നത്. കാരണം നവകേരള സദസ്സിന്റെ തുടർച്ചയായി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് എത്തുന്ന ഒരു കാഴ്ച, അവരുമായി സംവദിക്കുന്നു, അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. അങ്ങനെ തീർത്തും ജനാധിപത്യപരമായ ഒരു വേറിട്ട കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്, ഇങ്ങനെയൊരു പരിപാടിയുമായി എത്തുന്നത് ഇതാദ്യമായിട്ടായിരിക്കാം. ഏതായാലും ഒരു വലിയ പുതുമയുണ്ടായിരുന്നു ആ പരിപാടിയിൽ, ഏറെ സവിശേഷതകൾ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ഞാനും ആ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ കണ്ടതാണ്, പങ്കെടുത്തതാണ്. ആളുകൾക്കൊക്കെ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ അവസരം കിട്ടുമ്പോൾ അവരുടെ ഒരു ആവേശം, അവരുടെ ഒരു സന്തോഷം, തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടുന്നു എന്ന വലിയൊരു തോന്നൽ അവരുടെ മുൻപിലേക്ക് വരുന്നു. അത് സർക്കാരിലുള്ള അവരുടെ ഒരു വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ കൂട്ടുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഏതായാലും ആ പരിപാടി ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് സമാപന സംവാദം ഇന്ന് കൊച്ചിയിൽ നടക്കും. കടവന്ത്രയിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റെസിഡൻസ് അസോസിയേഷനുകളുമായി കൂടിക്കാഴ്ച നടത്തും. റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കും. ഉമേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, ഇതൊരു പുതുമയുള്ള വേറിട്ട കാഴ്ചയായിരുന്നു ഈ മുഖാമുഖം പരിപാടി. കാരണം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കുന്നു. അത് കേൾക്കുക മാത്രമല്ല, കൃത്യമായി അത് കുറിച്ചെടുത്ത് അത് മുന്നോട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടന്നുപോക്കിൽ ആ നിർദ്ദേശങ്ങളൊക്കെ ഭാഗമാക്കാനും സർക്കാർ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുതുമയുള്ളത് തന്നെയാണ്. ഇവിടെ ഇന്ന് അത് സമാപിക്കുമ്പോൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് മുഖ്യമന്ത്രി. സത്യത്തിൽ നമ്മളൊക്കെ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഒരു സർക്കാർ അതിൻ്റെ നയരൂപീകരണത്തിൽ റെസിഡൻസ് അസോസിയേഷനുകൾ പോലുള്ള സംഘടനകളെയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളെയൊക്കെ ഭാഗമാക്കുമെന്ന്? എനിക്ക് അത്ഭുതം തോന്നി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ. കാരണം ഇതൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. ആ രീതിയിൽ ഒരു പുതുമയുള്ള പരിപാടിയായിരുന്നു. എങ്ങനെയാണ് ഈ സംവാദം സമാപിക്കുമ്പോൾ അതിനെ കാണേണ്ടത്? ഒപ്പം ഇന്നത്തെ പരിപാടിയുടെ വിവരങ്ങൾ. മനു, ഇന്ന് സമാപന സംവാദ സദസ്സ് അങ്ങനെ വിശേഷിപ്പിക്കാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മുഖാമുഖം പരിപാടി ഇന്നത്തെ പരിപാടിയോടുകൂടി സമാപിക്കുകയാണ്. ഇന്ന് കൊച്ചി രാജീവ് ഗാന്ധി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇന്ന് റെസിഡൻസ് അസോസിയേഷനുകളുമായാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ തിരഞ്ഞെടുത്ത ഏതാണ്ട് 50ഓളം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾക്ക് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാം. അതേസമയം തന്നെ ഈ അസോസിയേഷനുകളെ പ്രതിനിധാനം ചെയ്ത ഏതാണ്ട് 2000ഓളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ 50 പേർക്ക് നേരിട്ട് സംവദിക്കാം, ബാക്കിയുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ എഴുതി നൽകുകയും ചെയ്യാം. അതിനുശേഷം മുഖ്യമന്ത്രി സർക്കാരിൻ്റെ കാഴ്ചപ്പാട്, ഇതുമായി ബന്ധപ്പെട്ട് കാഴ്ചപ്പാട് അവതരിപ്പിക്കും, അതിന് മറുപടി നൽകും. അവിടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ അത് നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ആ തരത്തിലാണ് ഈ മുഖാമുഖം മുന്നോട്ട് പോകുന്നത്. അതിൽ 10ാമത്തെ മുഖാമുഖം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. അതിനർത്ഥം ഇതിനു മുൻപ് 9 മേഖലകളിലെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 10 വിവിധ മേഖലകളുമായി കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം, അവരുമായി പരിച്ഛേദത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുമായി മുഖ്യമന്ത്രി ഇതിനകം തന്നെ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് ഈ മുഖാമുഖം പരിപാടി ആരംഭിച്ചത്. അന്ന് കോഴിക്കോട്ടാണ് ഈ പരിപാടിക്ക് തുടക്കമായത്. അന്ന് വിദ്യാർത്ഥികളുമായാണ് മുഖ്യമന്ത്രി സംവദിച്ചത്. വിദ്യാർത്ഥികളിൽ നിന്നാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതാണ്. സ്കൂൾ കോളേജ് തലങ്ങളിലുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പുതുതലമുറയ്ക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി കേട്ടു. അനിവാര്യമായ നവകേരള കാഴ്ചപ്പാട് അത് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. അങ്ങനെ സമൂഹത്തിൻ്റെ ആഴത്തിൽ സ്പർശിക്കുന്ന തലത്തിലാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. ഈ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിന് ശേഷം മറ്റ് മേഖലകളിൽ യുവജനങ്ങളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. പെൻഷൻ വയോജന വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സാംസ്കാരിക പ്രവർത്തകർ, തൊഴിൽ മേഖലയിലുള്ളവർ, അത്തരത്തിൽ വിവിധ മേഖലകളിലുള്ളവരുമായി മുഖ്യമന്ത്രി ഇതിനകം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ നേരിട്ട് സർക്കാർ തൊട്ടറിയുകയാണ്. മുഖ്യമന്ത്രി അത് തൊട്ടറിയുകയാണ്. എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഈ നവകേരള നിർമ്മിതിക്ക് ഈ വിവിധ മേഖലയിലുള്ളവർക്ക് എന്തൊക്കെ സംഭാവനകൾ നൽകാൻ കഴിയും, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ സമഗ്രമായി കേട്ട് അത് കുറിച്ചെടുത്ത് ആ തരത്തിലാണ് മുഖ്യമന്ത്രി പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ നവകേരള സദസ്സിന് എത്തരത്തിലാണോ സ്വീകാര്യത ലഭിച്ചത്, ഒരുപക്ഷെ അതിനേക്കാളേറെ സ്വീകാര്യത ഈ മുഖാമുഖം പരിപാടിക്കും ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മനു ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായതാണ്. മനുവിനടക്കം നേരിട്ടത് മനസ്സിലായതുമാണ്. ഈ 9
ഇതിനു മുൻപ് കഴിഞ്ഞ 9 മുഖാമുഖം പരിപാടികളിലും വലിയ സ്വീകാര്യതയാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ ഇന്നത്തെ മുഖാമുഖവും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 8 മണി മുതൽ രജിസ്ട്രേഷൻ അടക്കമുള്ള പരിപാടികൾ ആരംഭിക്കും. 9 മണിക്കാണ് മുഖാമുഖം തുടങ്ങുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആയിരിക്കും ഇന്നത്തെ ഈ മുഖാമുഖത്തിൽ അധ്യക്ഷനാവുക. ഒപ്പം മന്ത്രി P രാജീവ്, ജില്ലയുടെ ചുമതലയുള്ള വ്യവസായ മന്ത്രി കൂടിയായ P രാജീവ് അടക്കം ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 9 മണിക്ക് ഈ റെസിഡൻസ് അസോസിയേഷനുകളുമായുള്ള മുഖാമുഖം പരിപാടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. മനു. ശരി ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സംവാദ പരിപാടി ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് കൊച്ചിയിലാണ് സമാപന സംവാദം നടക്കുക. റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ സംസാരിക്കുക. വിവരങ്ങളാണ് ഉമേഷ് നമുക്ക് നൽകിയത്.